ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച നിയമസഭയിലെത്തിയില്ല. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിട്ടുനിൽക്കുകയായിരുന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച, അതായത് ഇന്നലെ, രാഹുൽ നിയമസഭയിലെത്തിയിരുന്നു. സഭയിൽ എത്തേണ്ടതില്ല എന്ന് പാർട്ടി രാഹുലിനെ അറിയിച്ചതായിരുന്നു വിവരം. പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ട എന്ന വിലയിരുത്തലിലായിരുന്നു ഈ നിലപാട് സ്വീകരിച്ചത്. നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. തിങ്കളാഴ്ച രാഹുൽ സഭയിലെത്തിയിരുന്നുവെങ്കിലും തുടർ ദിവസങ്ങളിൽ സഭയിലെത്തുമോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയിരുന്നതുമില്ല. നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ടിട്ടില്ല എന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തിക്കഴിഞ്ഞാൽ സാഹചര്യമനുസരിച്ച് നേരിടാനായിരുന്നു ഭരണപക്ഷം തീരുമാനമെടുത്തിരുന്നത്. രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനും ആലോചനയുണ്ടായിരുന്നു. വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭരണപക്ഷം. തിങ്കളാഴ്ച ചേർന്ന LDFന്റെയും CPMന്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള സന്ദേശം നൽകിയതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഭരണകക്ഷി പ്രതിഷേധിച്ചാലും ഇടപെടേണ്ടതില്ല എന്നായിരുന്നു അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് കടുപ്പിക്കുമെന്നും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സതീശൻ തള്ളിപ്പറഞ്ഞേക്കുമെന്നായിരുന്നു വിവരമുണ്ടായത്. അതേസമയം രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിലും പാലക്കാട് DCCയിൽ അവ്യക്തതയുണ്ട്. രാഹുൽ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ തുടങ്ങിയവർക്ക് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. എന്നാൽ രാഹുലിന് സംരക്ഷണം ഒരുക്കാനാണ് ഷാഫി പറമ്പിൽ MPയുടെ പക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ തടയുമെന്ന് DYFIയും BJPയും വ്യക്തമാക്കിയിട്ടുമുണ്ട്.